ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ 1 ഇയറിന് ശേഷം അച്ഛനെ നാളെ മീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കാലിക്കറ്റ് എയർപോർട്ടിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ആരായിരുന്നു? ഫ്ലൈറ്റ് 10 മണിക്ക് 10:55 ലാൻഡ് ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഫ്ലൈറ്റ് ലേറ്റായി. അപ്പോൾ 2 മണിക്ക് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് ഉച്ചയ്ക്കേ പോകണുള്ളൂ. രാവിലെ തന്നെ എത്തുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ പോകണം. അവിടെ അച്ചു എയർപോർട്ടിൽ തന്നെ ഉണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം. പോണ്ടേ ചെന്നുടിച്ച പോണ്ടേ. എന്നിട്ട് ഇന്നലെ രാത്രിയിൽ എണീറ്റിട്ടോ. ഞാൻ എന്തിനും എണീറ്റ് ലേറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിചാരിച്ചു വിളിക്കാൻ പോവാറായിന്ന്. അപ്പോൾ ആള് റൂമിൻ്റെ ഡോറൊക്കെ തുറന്ന് ഹാളിലേക്ക് പോയി. അപ്പോൾ അവിടെ ഫുള്ള് ഇരുട്ട, എല്ലാവരും ഉറങ്ങുക. പേടിച്ചിട്ട് അകത്തേക്ക് തന്നെ ഓടിക്കുക. ഓക്കെ, അപ്പം കുളിയൊക്കെ കഴിഞ്ഞു. ചെറുതായി മേക്കപ്പൊക്കെ ചെയ്ത് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ന്യൂ ഇയറിൻ്റെ അന്നാണ് ഞങ്ങൾ ശരിക്കും വിളിക്കാൻ പോകുന്നത് കേട്ടോ. പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അനുക്കുട്ടനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം എയർപോർട്ടിൽ കയറുന്നതിന് മുന്നേയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. എന്തോ നല്ല ബിരിയാണി കഴിക്കാൻ കൊതിയുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കാലിക്കറ്റൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ബിരിയാണി പറയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും അച്ഛനും അമ്മയും ചോറാണ് കേട്ടോ കഴിച്ചത്. ബാക്കി ഞങ്ങളെല്ലാവരും നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ഈ കയ്യിൽ പിടിച്ചുള്ള ബൊക്ക ഞാൻ ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനിത് ഉണ്ടാക്കുന്നതായിരുന്നു, അതിൽ കാണിച്ചില്ല. പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൊക്കൊന്നും കൊടുക്കുന്ന അയ്യോ ബൊക്ക കൊടുക്കാൻ കിട്ടിയില്ല. ഭയങ്കര സന്തോഷമായിട്ടാ, സത്യം ഭയങ്കര. ഈ ഒരു മൊമെന്റ് കാരണം നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. ഭയങ്കര ഒരു സന്തോഷം. നമുക്ക് സങ്കടവും ഒക്കെ കൂടി വരും. കാരണം 1 ഇയർ പിന്നെ 2 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാവുമല്ലോ നമ്മൾ ഇവരെ കാണണേ. അപ്പം അണിക്കുട്ടൻ്റെ ഒരു സന്തോഷം കാണുമ്പോഴും പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതല്ലേ ആ ഒരു മൊമെൻറ്റ്. ഇപ്പം അമ്മയായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ അന്ന് കൊണ്ടാക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടാക്കാൻ വന്ന എല്ലാവരും കരഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വിളിക്കാൻ പോണത് ഭയങ്കര ഒരു ഹാപ്പി. പക്ഷേ അച്ഛൻ ആകെ ടയർഡായിരുന്നു കേട്ടോ. കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അച്ഛൻ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി തിരക്ക് വരണ്ടെന്നുള്ളതുകൊണ്ട്. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയി, ഒരു 4-5 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡാണ്. ഫുഡ് ശരിയായില്ല, ആൾ ഭയങ്കര വീക്കായിരുന്നു കേട്ടോ. അനിക്കുട്ടനാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ് ആള്. എല്ലാ പ്രശ്നമൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും. അങ്ങനെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ മക്കളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവർക്ക് ഇപ്പം തന്നെ പെട്ടി പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു എന്താ പറയുക, പാവല്ലേ അവരുടെ ഒരു സന്തോഷം. അപ്പം ഞങ്ങൾ നാളത്തേക്കൊന്നും വെച്ചില്ല, വന്ന് തന്നെ രാത്രി പെട്ടിയൊക്കെ പൊളിച്ചു. അതിനുള്ളിൽ അവർക്കുള്ള ടോയ്സിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ് അവർ. ഇതും നമുക്ക് ഭയങ്കര എന്താ പറയുക, സാധനങ്ങൾ കിട്ടുന്നുള്ള സന്തോഷമല്ല, പക്ഷെ ഒരു നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി അവരിങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് ഇന്നത് സാധനം കിട്ടുമ്പോൾ നമുക്കൊരു അതൊരു സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറേ നൊസ്റ്റാൾജിയാസ് ഉണ്ട്. അതായത് എൻ്റെ ഉപ്പച്ചി വരുന്ന സമയത്തുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ വിഷമവും സന്തോഷവും എല്ലാം കൂടി ഒരു മിക്സിങ് മൊമെൻ്റാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉണ്ടാവണത്. ഇത് പിന്നെ എനിക്ക് അച്ചു ഷോൾ കൊണ്ടുണ്ടായിരുന്നു, അതിട്ടിട്ടുള്ള പോസൊക്കെയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സന്തോഷമുള്ള ഈ മൊമെൻറ്റിൽ തന്നെ നമുക്കിങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും കേട്ടോ. കുറച്ച് ദിവസമല്ലേ ഈ സന്തോഷം ഉണ്ടാവുള്ളൂ, അങ്ങനെ ഇനി പോവില്ലേ എന്നുള്ള കാലം നമുക്ക് നെഞ്ചിൻ്റെ ഉള്ളിലൊരു
ഒരു സംഭവം വരും. അത് ഈ എന്താ പറയുക ഹസ്ബൻഡ് ഗൾഫിൽ ഇത് ഇങ്ങനെ കണ്ട് എന്താ പറയുക സന്തോഷിക്കായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഹാപ്പിയാണ്, സാധനങ്ങളൊക്കെ ഇഷ്ടമായി എന്നുള്ളതൊക്കെ. ആളെന്താ വെച്ചാൽ സാധനം എന്തൊരു സാധനം ഇപ്പോൾ ഒരു സ്ലൈഡ് പോലും വാങ്ങി അപ്പം തന്നെ എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കേട്ടോ. എന്നത് വാങ്ങിച്ച് അപ്പോഴേ അച്ഛന് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പെട്ടിയിലുള്ള എല്ലാ സാധനവും ഞാൻ ഓൾറെഡി കണ്ടതാണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ് ബൊക്ക? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. സർപ്രൈസ് ആയിപ്പോയി. അതിനെക്കൂട്ട് അച്ഛൻ വന്നിട്ട് ഹാപ്പി അല്ലേ? ഓക്കെ, ബൈ ബൈ പറ.